യുദ്ധത്തിലെ ഏറ്റവും മാരക വേർഷനാണ് ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ പ്രയോഗിക്കുന്നത്. അതിൻ്റെ ആരംഭം കഴിഞ്ഞ ദിവസം തന്നെ കുറിക്കപ്പെട്ടു. ബന്ദികൾ മോചിപ്പിച്ചതിന് ശേഷം പിന്നീട് ഗസയുടെ അതിർത്തി മേഖലകളിൽ ഇസ്രായേൽ വെടിവെപ്പ് നടത്തുകയും 9 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിന് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം മുൻപ് ഇസ്രായേൽ പ്രയോഗിച്ച രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വിലയിരുത്തുകയാണ്. അവരുടെ യെല്ലോ ലൈൻ കടന്നുകൊണ്ട് പ്രവേശിച്ച അക്രമകാരികളെയാണ് ഞങ്ങൾ വെടിവെച്ച് കൊന്നത് എന്നവർ ന്യായം പറയുന്നു. എന്നാൽ പരിശോധനയിൽ മനസ്സിലാവുന്ന കാര്യം അവരവരുടെ വീട് തേടി അന്വേഷിച്ചു പോവുകയാണ്. മാത്രമല്ല തകർന്ന ബിൽഡിങ്ങിൻ്റെ അകത്ത് ഉറ്റവരെയോ ബന്ധുക്കളെയോ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി അവർ ശ്രമിക്കുന്നതിനിടയിലാണ് വെടിവെപ്പ് നടന്നത്. അപ്പോൾ സാധാരണഗതിയിൽ കരാർ വ്യവസ്ഥ ലംഘിക്കുക എന്നുള്ളത് ചരിത്രത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ രാഷ്ട്രമുണ്ടാകുന്നത് തന്നെ രാഷ്ട്രമുണ്ടാകുന്നതിന് മുൻപ് തന്നെ ജൂത വിഭാഗങ്ങളുണ്ടായിരുന്നു. ആ കാലത്തും അവർ കരാർ ലംഘിക്കുന്നവരാണ്. ചരിത്രത്തിൽ 1000-ഓ 2000-ഓ വർഷത്തിൻ്റെ പുറകോട്ട് നോക്കിയാൽ ആ കാലഘട്ടത്തിൽ തന്നെ കരാർ ലംഘിക്കപ്പെട്ട, ചതി ചെയ്യപ്പെട്ട, വഞ്ചന ചെയ്യപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പേരാണ് ജൂത വിഭാഗം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോഴും ദൃശ്യമാകുന്നു. തലമുറ കൈമാറിയിട്ടും ആ സ്വഭാവ രീതികളിൽ നിന്ന് അവർ മാറിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ 21 ഇന പദ്ധതിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസ സമാധാന പ്രക്രിയ എന്ന തരത്തിൽ പുറപ്പെടുവിച്ചത്. അതിൽ 7ഓളം നിർദ്ദേശങ്ങൾ മാത്രമാണ് ഹമാസ് അംഗീകരിച്ചത്. ബാക്കി അംഗീകരിക്കാൻ സമയം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയപ്പെട്ടത്. എന്നാൽ അതിലേറ്റവും പ്രധാനമായിരിക്കുന്നത് ബന്ദിമോചനമാണ്. ബന്ദിമോചനോടൊപ്പം തന്നെയുള്ള ഫലസ്തീനികളുടെ ജയിലിൽ നിന്നുള്ള മോചനവും, അത് ജയിലിൽ നിന്ന് പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇതിൽ 20 ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടു. ആ മോചിച്ച കാര്യങ്ങൾ ലോകം സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് 4 ബന്ദികൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികപരമായിട്ട് അത് ഒരു ചർച്ചാ സംബന്ധമായ കാര്യത്തിലോ അതിനു മുൻപോ അമേരിക്കയുടെ പ്രസിഡന്റോ പറയാത്തൊരു കാര്യമാണ്. കൂട്ടിച്ചേർക്കുക എന്നുള്ളതും ഈ ഒരു പ്രയാസമുണ്ടാക്കുന്ന രീതിയിലുള്ള നിലപാടെടുക്കുക എന്നുള്ളതൊക്കെ സാധാരണഗതികൾ ചെയ്യാറുള്ളതാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യം 4 ബന്ദികളുണ്ട്. ഇല്ലാത്തൊരു ബന്ദികളെ എങ്ങനെയാണ് തങ്ങൾ വിട്ടു നൽകുക എന്ന് ഹമാസ് ചോദിക്കുന്നു. അപ്പോൾ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് പുത്തിരിയല്ല. അവരിത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നതാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗസക്കകത്ത് പുതിയൊരു സായുധ സംവിധാനത്തെ ഇസ്രായേൽ സൃഷ്ടിക്കുകയാണ്. എങ്ങനെയാണ് സായുധ സംവിധാനത്തെ സൃഷ്ടിക്കുന്നത്? ഗസയുടെ ആന്തരികമായിരിക്കുന്ന ഭാഗത്തേക്ക് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥകൾക്ക്, കാരണം ലോകം മുഴുവനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേശമാണ് ഇപ്പോൾ ഗസ എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറുന്നു. എല്ലാ കാര്യവും ലോകം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് മാറി എന്നുള്ളതാണ്. ഗസയിൽ തന്നെ ഇസ്രായേൽ സൈന്യം ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഫലസ്തീനുകളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇപ്പോൾ ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഹമാസ് എന്ത് ചെയ്യുന്നു? ഹമാസ് സർവ്വ മേഖലയിലും അവരുടെ സായുധ വിഭാഗത്തെ വീണ്ടും വിന്യസിക്കുന്നു. അങ്ങനെ ആ മേഖലയിലുള്ള ആധിപത്യം, നിയന്ത്രണം ഹമാസിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇത് ഇല്ലാതാക്കണമെങ്കിൽ ഈ സൈനികപരമായിരിക്കുന്ന ഒരു നടപടി നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ സാധിക്കുന്നില്ല എന്നതിനാൽ അവർ പുതിയൊരു തന്ത്രം പ്രയോഗിക്കുന്നത് ഈ മേഖലയിലുള്ള മറ്റൊരു സൈനിക ട്രൂപ്പ്, അവിടെ വിമതപക്ഷം ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല, ആ വിമതപക്ഷത്തെ അവർ സംഘടിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് ആയുധം നൽകുന്നു. അവിടെ ഉള്ള സമയത്ത് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇസ്രായേലിൻ്റെ ഗസയ്ക്കകത്ത് പാലസ്തീനും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം തന്നെ വിമതപക്ഷത്തെ സംഘടിപ്പിക്കുകയും അവരും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. അത് വേണ്ട വിധം വിജയിച്ചില്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ ശാന്തമായതോട് കൂടിയിട്ട് അവിടുത്തെ ഭരണത്തിലേക്ക് ഹമാസ് കൈ കടത്തുന്നു എന്നുള്ള ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഈ വിമതപക്ഷത്തെ സായുധമായി സംഘടിപ്പിച്ചുകൊണ്ട് ഹമാസ് പക്ഷത്തിനെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുന്ന അഥവാ ആഭ്യന്തരമായിരിക്കുന്ന സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്.
അപ്പോൾ ഇവരിപ്പോൾ ഏറ്റുമുട്ടൽ ചില പ്രദേശങ്ങൾ ഏറ്റുമുട്ടി ഇപ്പോൾ ഹമാസിൻ്റെ ഒരു സൈനിക മേധാവിയുടെ മകൻ കൊല്ലപ്പെട്ടു എന്നൊരു വിവരം പുറത്തു വന്നു. അതോടൊപ്പം തന്നെ ഈ ഇസ്രായേലിന് വേണ്ടിയിട്ട് ചാരപ്രവർത്തി നടത്തിയ 32ഓളം ഫലസ്തീനികളെ ഈ വധിച്ചിരിക്കുന്ന വിവരം പുറത്തു വന്നു. അന്താരാഷ്ട്ര മേഖലയൊക്കെ ഇത് വലിയ രീതിയിൽ ചർച്ചയായ വിഷയമാണ്. അപ്പോൾ ഈ തരത്തിലാണ് അവസ്ഥ കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യന്മാരും അമേരിക്കയും ഒരു രാജ്യത്തിൻ്റെ അകത്ത് ആധിപത്യം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു സംവിധാനങ്ങളൊക്കെ ഒരുക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, അവർക്ക് നേരിട്ട് കൊണ്ട് ആക്രമണം നടത്തിയിട്ട് ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ സാധിക്കാത്ത എന്തെങ്കിലും സാഹചര്യം വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർ ആഭ്യന്തരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് സായുധ സംഘത്തെ വിമതപക്ഷത്തെ സൃഷ്ടിക്കും. ഈ വിമതപക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മുഖ്യ ശത്രുവായിരിക്കുന്ന യൂറോപ്യൻ ശക്തിയെയോ അല്ലെങ്കിൽ അമേരിക്കൻ വിഭാഗത്തെയോ ഈ സായുധ സംഘം മറന്നുപോകും. അങ്ങനെ അവർ തമ്മിൽ ഏറ്റുമുട്ടേണ്ട സ്ഥിതി വരും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുവിനെയും മുസ്ലിമെയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിച്ച ഒരു സ്ഥിതി ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നു. ആ ബ്രിട്ടൻ്റെ തുടർച്ച ലോകത്ത് പല രാജ്യങ്ങളിലും പിന്നീട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഖത്തറിൽ അത് ഉണ്ടായിട്ടുണ്ട്, ലിബിയയിലുണ്ടായിട്ടുണ്ട്, സുഡാനിലുണ്ടായിട്ടുണ്ട്. സുഡാനിൽ ഇപ്പോഴും ഒരു പരിധിവരെ നടക്കുന്നുണ്ട്. സിറിയയിൽ ഉണ്ടായിട്ടുണ്ട്. പരീക്ഷിക്കപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ കൊട പിടിച്ചുകൊണ്ട് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ അത്തരം പ്രവർത്തികൾ ചെയ്യാനുള്ള വലിയ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആഭ്യന്തരപരമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇസ്രായേലിനൊരു അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിലവർ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രീതിയിൽ പരാജയപ്പെട്ട ഒരു യുദ്ധമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ. അത് ലോകത്തിന് മുൻപിൽ നാണക്കേടുണ്ടാക്കുകയും അവർക്കുള്ള സ്വീകാര്യതയും അംഗീകാരവും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് കരകയറാൻ വേണ്ടി എന്തെങ്കിലും പോംവഴികൾ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ അവിടെ ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ള തങ്ങളുടെ ആഭ്യന്തരമായിരിക്കുന്നതും ബാഹ്യമായിരിക്കുന്നതും ഒരു ലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഏതൊക്കെ ശ്രമങ്ങൾ നടത്താൻ പറ്റുമോ ആ ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായിരുന്നാലും ഗസയിൽ ഉടനീളം നിലവിലെ സാഹചര്യത്തിൽ വലിയ ആഭ്യന്തര കുഴപ്പങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ വെടിവെപ്പും മരണവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സംഘർഷാവസ്ഥ ഉണ്ടാക്കുക, പക്ഷേ അത് ലഘൂകരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ എതിർപക്ഷത്തു നിന്നും നടക്കുന്നുണ്ട് എന്നാണ് ഈ വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും ലോക ശ്രദ്ധ ഇപ്പോഴും ഗസയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലേക്ക് തന്നെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പരിണിത ഫലം എത്രത്തോളം ഉണ്ടാകുമെന്ന് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര മേഖലയിലെ മർമ്മപ്രധാനമായിരിക്കുന്ന റിപ്പോർട്ടർമാർ ഇപ്പോഴും ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നേരിട്ട് സേവനം നടത്തുന്നുണ്ട് എന്നതിനാൽ ലോകം സത്യസന്ധമായിരിക്കുന്ന വിവരങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും എന്നൊരു പ്രത്യേകത ഉണ്ട് എന്നുകൂടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.